മുറപ്പെണ്ണ്. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 39. നീയോ? നിതയെ അവിടെ കണ്ടതും ഒട്ടൊന്നുമല്ല ചുമ്മു ഞെട്ടിയത്. അതെ, ഞാൻ തന്നെ. എന്തേ, നിനക്ക് ഞാൻ വന്ന് ഇഷ്ടായില്ലേ? കയ്യിലിരുന്ന ഭക്ഷണപാത്രം ആ മുറിയിൽ കിടന്നിരുന്ന ടീപ്പോയിലേക്ക് വെച്ചിട്ട് നിത അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അപ്പോ നീയും കൂടെ കൂടിയാണല്ലേടി എന്നെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടു വന്നത്? അവൾ പൊടുന്നനെ നിതയുടെ കവിളിൽ വിരലുകൾ കൊണ്ട് കുത്തിപ്പിടിച്ചു. വിടടി, വിടാൻ! പറിച്ചെറിയുവാൻ നോക്കിയിട്ട് ചുമ്മുവിൻ്റെ വിരലുകളെ ഒന്ന് അനക്കാൻ പോലും നിതയ്ക്ക് പറ്റിയില്ല എന്നതാണ് സത്യം. എടീ പുന്നാര മോളെ, നീയും ആ ഡാഷുമോനും കൂടെ വിചാരിച്ച എന്നെ അങ്ങ് മൂക്കിക്കയറ്റാമെന്ന് കരുതിയോ? നിതയുടെ കവളിലെ പിടുത്തം ഒന്നും കൂടെ മുറുകി. കയ്യെടുക്ക് ചുമ്മു! വേദന സഹിക്കാൻ വയ്യാതെ അവൾ കുതറി. നീ ഇതിനനുഭവിക്കും, നോക്കിക്കോ. അവളിൽ നിന്നുള്ള പിടുത്തം വിട്ടതിന് ശേഷം ചുമ്മു അവൾക്ക് നേരെ അലറി. എനിക്ക് കുഴപ്പമില്ലെങ്കിലോ? ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെങ്കിലോ? കൂടുതൽ വാചകം അടിക്കാതെ കൊണ്ടുവന്നത് വേണേ തിന്നാൻ നോക്കടി. അവൾ പുച്ഛത്തോടെ ചുമ്മുവിനെ നോക്കി. നീ ഇപ്പോൾ സന്തോഷിക്കും. അമ്മാതിരി ഓഫറായിരിക്കും ദ ഗ്രേറ്റ് വേദാന്ത് വർമ്മ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ നീതേ, നീയൊന്ന് ഓർക്കണം, നീ ഈ കാണിക്കുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരമാണെന്ന്. നിനക്ക് ആ വേദാന്തിനെ ശരിക്കും അറിയില്ല. ആ അവസ്ഥയിലും നിതയെ ഓർത്തുള്ള സഹതാപമായിരുന്നു അവളിൽ മുന്നിട്ട് നിന്നത്. തന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് നിത വേദാന്തിനെ കൂട്ടുപിരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം അവൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. എൻ്റെ കാര്യം ഓർത്ത് നീ കൂടുതലങ്ങ് സങ്കടപ്പെടേണ്ട. നീ നിന്റെ കാര്യം ആദ്യം നോക്കാൻ നോക്ക്. എന്തായാലും നാളെ നേരം വെളുത്താ നിന്റെയും വേദാന്തിൻ്റെയും കല്യാണം. അതുകൊണ്ട് വല്ലതും തിന്നിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അത്രയും പറഞ്ഞിട്ട് അവൾ നേരെ അടഞ്ഞു കിടക്കുന്ന ഡോറിന് മുൻപിൽ പോയി നിന്നു. പിന്നെ ഒരു കാര്യം നോക്കി, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്നുള്ള ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ അത് നടക്കില്ല. നീ ഇരിക്കുന്ന ഈ മുറി വരെയുണ്ട് CC ക്യാമറ. അതുമല്ല, പുറത്ത് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി ചേർമാരെ കയ്യിൽ കിട്ടിയാൽ അവർ നിന്നെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കും. നിന്റെ കരാട്ടയും കളരിയൊന്നും അവരുടെ അടുത്ത് വില പോകില്ല. പോകുവാനായി 2 അടി മുന്നോട്ടേക്ക് വെച്ചവൾ ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് അവളോടായി പറഞ്ഞു. ശേഷം വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. വാതിലിൽ 2 കൊട്ട് കൊടുത്തപ്പോൾ പുറത്തു നിന്നും ആരോ അത് തുറന്നു കൊടുക്കുന്നതും നിത ഇറങ്ങിപ്പോകുന്നതും വീണ്ടും ഡോറ് നിമിഷ നേരം കൊണ്ട് അടയുന്നതൊക്കെ ചുമ്മാ ശ്രദ്ധിച്ചു. കല്യാണമോ? നിത പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണെന്നു അപ്പോഴും അവളെ ഇരുത്തി ചിന്തിപ്പിച്ചത്. താൻ എവിടെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. പുറത്തേക്ക് നോക്കിയ ചുറ്റും കുറേ മൃഗങ്ങളും മരങ്ങളും പേടിപ്പിക്കുന്ന കുറേ മൃഗങ്ങളുടെ ശബ്ദവും കട്ട പിടിച്ച് ഇരുട്ടും മാത്രം. പുറത്തൊക്കെ കാവൽ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും. പോരാത്തതിന് ഇവിടുത്തെ CC ക്യാമറയും. ഇതിൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ച് താൻ ഈ രാത്രിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന് വെച്ചാൽ അതൊക്കെ വളരെ ശ്രമകരമായിരിക്കും. മാത്രമല്ല അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യും. ചുമ്മു ഇരുന്ന് ഗഹനമായിട്ട് ആലോചിച്ചു. നാളെ രാവിലെ കല്യാണമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? അതിനെന്തായാലും ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? അതായിരിക്കും രക്ഷപ്പെടാൻ നല്ല സമയം. അതുവരെ താൻ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് കട്ടിലിൽ ശില പോലെ ഇരിക്കുമ്പോഴാണ് റൂമിലെ ഇൻ്റർകോം ഫോൺ പെട്ടെന്ന് ചിലയ്ക്കാൻ തുടങ്ങിയത്. ആദ്യമൊന്നും അത് എടുക്കാൻ കൂട്ടാക്കിയെങ്കിലും ബെല്ലടിച്ചു നിന്ന ഫോൺ വീണ്ടും ഒച്ച വെച്ച് തുടങ്ങിയതും ചുമ്മു ചെന്നത് ദേഷ്യത്തോടെ എടുത്ത് ചെവിയോരം ചേർത്ത് വെച്ചു. ഹേയ് സ്വീറ്റ് ഹാർട്ട്, നീ എന്താ ഭക്ഷണം കഴിക്കാതിരുന്ന് ആലോചിക്കുന്നേ? നാളെ നമ്മുടെ കല്യാണമല്ലേ. അതുകൊണ്ട് നല്ല കുട്ടിയായി ഫുഡും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക് എൻ്റെ ഭാവി ഭാര്യ. വേദാന്തിൻ്റെ മുഴക്കത്തോടെയുള്ള ശബ്ദം കാതിൽ പതിഞ്ഞതും സ്വയം നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതിലുപരി ഭാവി ഭാര്യയെ എന്ന വിളി എന്തുകൊണ്ട് അവളിൽ കണ്ണനെ ഓർമ്മിപ്പിച്ചു. നീ എന്താ പറഞ്ഞേ? നാളെ നമ്മുടെ കല്യാണമാണെന്നോ? താൻ എന്തൊരു പൊട്ടനാടോ!
എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി കെട്ടാൻ താനാരാ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോഴേ അതൊന്നും നടക്കില്ല. അവൾ ഫോണിൽ കൂടി അലറി. ഹേയ് കൂൾ ബേബി, നമ്മൾ നാളെ പോവുകയും ചെയ്യും. നമ്മുടെ കല്യാണം നാളെ രാവിലെയുള്ള മുഹൂർത്തത്തിൽ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പെണ്ണ് അതൊന്നും ഓർത്ത് വെറുതെ തല പുണ്ണാക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. അവൻ്റെ പൊട്ടിച്ചിരികൾ അപ്പുറത്തു നിന്ന് അവൾക്ക് കേൾക്കാനായി. എടോ, എന്തോ പറയുവാനായി വായ തുറന്നവൾ മറുവശത്തെ ബീപ്പ് ശബ്ദം കേട്ട് പല്ലി ഞെരിച്ചു. അവൻ്റെ ഒരു കല്യാണം! ഫോൺ റിസീവർ എടുത്ത് ഭിത്തിയിൽ ആഞ്ഞടിച്ചു പൊട്ടിച്ചവൾ. ശേഷം ചവിട്ടിക്കുലുക്കി കട്ടിലിൽ തന്നെ തിരിച്ചു ചെന്നിരുന്നു. അവൾക്ക് ദേഷ്യത്താൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. തല ഇരു കൈകളിലും താങ്ങി പെണ്ണ് കുറേ നേരം കൂടി ആ ഇരിപ്പ് അങ്ങനെ തന്നെ തുടർന്നു. എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചു. എന്നിട്ടാണ് ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് മുഖമുയർത്തി നോക്കിയത് തന്നെ. അപ്പോഴേക്കും വയറിൻ്റെ വിശപ്പ് അവൾ കേൾക്കുവാനായി തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ച ചോറാണ്. ഇത്രയും നേരമായിട്ടും ഇത്തിരി പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. വാഷ്റൂമിൽ പോയി കൈ കഴുകിയതിന് ശേഷം നിത കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു. ഭക്ഷണം കഴിച്ച് കൈ കഴുകി മെല്ലെ ബെഡിലേക്ക് കയറി കിടക്കുമ്പോൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ മറക്കാതെ ഒന്നും കൂടി ഊട്ടിയുറപ്പിച്ചു. മാധവ്, ഈ വാതിൽ തുറക്കേണ്ടി വരും. ഇത് കടന്നു എന്നാൽ നേരെ ബംഗ്ലാവിൻ്റെ 1ാം നിലയിലേക്കാണ് ചെല്ലുന്നത്. വലിയ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭീമാകാരൻ ഇരുമ്പ് വാതിലിന് മുമ്പിൽ നിന്നുകൊണ്ട് ഭൈരവ് തനിക്ക് പിന്നിലായി നിൽക്കുന്നവരോട് പറഞ്ഞു. മാധവ് മെല്ലെ ആ ഡോറ് തള്ളി തുറക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്ന് തുറക്കാൻ പോയിട്ട് അനക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു സത്യം. ഇനി എന്തു ചെയ്യും? അച്ചു നിരാശയോടെ ചോദിച്ചു. കുഴപ്പമില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. പോക്കറ്റിൽ കിടന്നിരുന്ന ഒരു താക്കോലെടുത്ത് ഭൈരവ് അത് തുറക്കാനായി ശ്രമിച്ചു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ വലിയ വാതിൽ മെല്ലെ മലർക്കെ തുറന്നു. വാ പോകാം. ആശ്വാസത്തോടെ അവൻ മുൻപിൽ നടന്നപ്പോൾ ഭൈരവിൻ്റെ പ്രവർത്തികൾ സംശയത്തോടെ വീക്ഷിച്ചുകൊണ്ട് മാധവ് പിന്നിലായി കാലുകൾ നീക്കി. ഭൈരവിന് എങ്ങനെയാണ് ഈ ഡോറിൻ്റെ താക്കോല് കിട്ടിയത്? ഈ ബംഗ്ലാവുമായിട്ട് അവനുള്ള ബന്ധം എന്നാണ്? വേദാന്തിനെ ഇവന് മുൻപരിചയമുണ്ട്. പക്ഷെ എങ്ങനെ? ആ വലിയ കോട്ടയ്ക്കുള്ളിലെ ഇരുട്ടുമൂടിയ വഴിയിലൂടെ നടക്കുമ്പോൾ അവൻ്റെ ബുദ്ധി ഭൈരവിനെ പഠിക്കുകയായിരുന്നു. പക്ഷേ അതൊന്നും ഒപ്പം ആലോചിക്കുവാനോ ചോദിക്കുവാനോ ഉള്ള അവസ്ഥയിലായിരുന്നില്ല അപ്പോഴവൻ. ചുമ്മുവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ അവനപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നേരത്തെ നടപ്പ് കഴിഞ്ഞതും അവരൊരു വലിയ ഹാളിന് മുന്നിലായി വന്ന് നിന്നു. നിറയെ വെട്ടവും വെളിച്ചവുമുള്ള ഒരു വലിയ ഹാള്. അവിടെ ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷർട്ടും ഇട്ട് നിൽക്കുന്ന 2-3 തടിമാടന്മാർ നിൽപ്പുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ അവരെ ആ ബംഗ്ലാവിലെ സെക്യൂരിറ്റികളെ പോലെ തോന്നിപ്പിച്ചു. നിങ്ങളിവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അവരെ മൂവരെയും അവിടെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് ഭൈരവ് ഒറ്റയ്ക്ക് അകത്തേക്ക് കയറി. നേരെ ചെന്ന സെക്യൂരിറ്റിമാരോട് അവൻ സംസാരിക്കുന്നത് ഇരുട്ടിൻ്റെ മറവിൽ നിന്നിരുന്ന അശ്വിനും വിവേകും മാധവും ഒട്ടൊരു സംശയത്തോടെ നോക്കി നിന്നു. ഭൈരവ് ആ സെക്യൂരിറ്റികൾക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകിയാണ്. അവരതിനനുസരിച്ച് തലയാട്ടുകയിലും കയ്യിലിരിക്കുന്ന തോക്കുമായി ഏതോ മുറിയിലേക്ക് കയറിപ്പോകുന്നതും കണ്ടു. പിന്നീട് ഭൈരവ് മുൻപരിചയമുള്ളതുപോലെ ആ ഹാളിൻ്റെ എതിർവശത്തായി കാണപ്പെടുന്ന ഒരു മുറിയിലേക്ക് കയറിപ്പോകുന്നത് മാധവ് ശ്രദ്ധിച്ചു. ഇനി പോര്, ക്യാമറാസ് ഓഫാണ്. മുകളിലത്തെ നിലയിലാ ചുമ്മുള്ളത്. കുറേ നേരം കഴിഞ്ഞതും ഭൈരവ് അവർക്കരികിലേക്ക് ചെന്ന് പറഞ്ഞു. അവർ വീണ്ടും ഭൈരവിന് പിന്നാലെ നടന്നു. മുകളിലത്തെ നിലയിലേക്ക് പടികൾ കയറുമ്പോൾ പാൻറ്റിന് പിന്നിൽ തിരികെ വെച്ചിരിക്കുന്ന പിസ്റ്റൽ ഗണ്ണിലേക്ക് അവൻ്റെ വലത്തെ കൈ നീണ്ടു. പാത്തും പതുങ്ങിയും 1ാം നിലയിലേക്ക് കയറി ചെന്നതും അവിടുത്തെ ഹാളിൽ അവർക്കായി കാത്തു നിന്നത് ആയുധധാരികളായ 5-6 തടിമാരന്മാരായിരുന്നു. ഭൈരവിനെ കണ്ടതും അവർ ഭവ്യതയോടെ നിന്നുവെങ്കിലും അവന് പിന്നിലായി നിരന്നു നിൽക്കുന്ന മൂവരെയും ആ തടിമാരന്മാർ സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചത്. ഈ മുറി തുറക്ക് കണ്ണപ്പാ.
ഭൈരവ് അവരിൽ മേധാവി എന്ന് തോന്നുന്ന ഒരുവനോട് ആജ്ഞാപിച്ചു. സർ, അത് പിന്നെ ബോസ് പറഞ്ഞിട്ടുണ്ട് ആ റൂം തുറക്കരുതെന്ന്. അയാൾ ഒട്ടൊരു ബഹുമാനത്തോടെ അവന് മുൻപിൽ തലകുനിച്ചു നിന്നു. അത് ഞാൻ അവനോട് പറഞ്ഞോളാം. അകത്തുള്ളവളെ എനിക്കൊന്ന് കാണണം. റൂം തുറക്ക്. ഭൈരവിൻ്റെ ശബ്ദം മുറുകി. ശരി സാർ. പോക്കറ്റിൽ സൂക്ഷിച്ച് റൂമിൻ്റെ റിമോട്ട് കയ്യിലെടുത്ത് ആ തടിമാടൻ മുറിയുടെ വാതിൽ അവർക്കായി തുറന്നു കൊടുത്തു. ഭൈരവ് മാധവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവനും കൂട്ടരും കൂടി മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി. ഭൈരവ് പുറത്തു തന്നെ നിന്നതേയുള്ളൂ. അകത്തേക്ക് ചെന്നപ്പോൾ അവൻ കണ്ടു അവിടെ കിടന്ന ഒരു കട്ടിലിൽ കമിഴ്ന്നു കിടന്ന് സുഖമായി ഉറങ്ങുന്നവളെ. ചുമ്മുവിനെ കണ്ടതും ആ മൂവരുടെയും മനസ്സിൽ പൊടുന്നനെ ഒരു തണുപ്പ് നിറഞ്ഞു. മനുഷ്യനോടെ ടെൻഷൻ അടിക്കുമ്പോഴാ അവളുടെ ഒരു കോപ്പിലെ ഉറക്കം. ഇതൊക്കെ ഇവക്ക് ഇങ്ങനെ സാധിക്കുന്ന അച്ചുവേട്ടാ. തവള കിടക്കുന്നത് പോലെയുള്ള അവളുടെ കിടപ്പ് കണ്ടതും ആ സമയത്തും കണ്ണന് ചിരി വന്നു പോയിരുന്നു. അങ്ങനെയല്ലെങ്കിൽ അവൾ നമ്മുടെ ചുമ്മു എങ്ങനെയാടാ ആവുന്നേ? അതിനുള്ള മറുപടി പറഞ്ഞത് വിവേകായിരുന്നു, അതും ചെറിയൊരു പുഞ്ചിരിയോടെ. അപ്പോഴേക്കും അച്ചു ചെന്നവളെ വിളിച്ചു നിർത്തിയിരുന്നു. എന്താ അച്ചുവേട്ടാ, എന്നെ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? അവരെ കണ്ടതും പെണ്ണ് ഉറക്കപ്പിച്ചിൽ പിറുപിറുത്തു. എടി കോപ്പേ, നിന്നെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നതാ. ഇങ്ങോട്ട് എണീക്കടി വേഗം, നമുക്ക് വീട്ടിൽ പോകാം. വിവേക് ചെന്നവളുടെ ചുമലിൽ ഒരു തട്ട് കൊടുത്തപ്പോഴാണ് പെണ്ണിൻ്റെ വെളിവ് ശരിക്കും വീഴുന്നത്. അയ്യോ, നിങ്ങൾ വന്നോ? അവൻ നാളെ രാവിലെ എന്നെ കെട്ടാൻ പോവാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും നിങ്ങൾ വന്ന് നന്നായി. അല്ല, എങ്ങനെ ഇതിനകത്ത് കയറി പറ്റിയേ? അവരെ 3 പേരെയും ആ മുറിയിൽ കണ്ടതിലുള്ള അത്ഭുതവും അമ്പരപ്പും അവളുടെ വാക്കിൽ നിറഞ്ഞു നിന്നിരുന്നു. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തന്നാൽ മതിയോ? ഇങ്ങോട്ടിറങ്ങിയാ വീട്ടിൽ പോകാമായിരുന്നു. മാധവ് 2 ചാട്ടം ചാടി. സമയവും സന്ദർഭവും ശരിയല്ലാത്തത് കൊണ്ടാവാം ചുമ്മാ ഒന്നും മിണ്ടാതെ അവന് പിന്നിലായി നടന്നത്. റൂമിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു റിവോൾവിംഗ് ചെയറിലിരിക്കുന്ന ആളെ കണ്ടതും കണ്ണനെ പോലെ തന്നെ പിന്നിൽ നിൽക്കുന്ന മൂവരുടെയും കണ്ണുകളൊന്ന് കുറുകി. പ്ലാൻ ബി. മാധവിൻ്റെ ചുണ്ടുകൾ നൊടിയിടയിൽ പിറുപിറുത്തു. യെസ് സാർ. കാളിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ആളിൽ നിന്നും ഒരു നിമിഷം പോലും ആലസ്യം ചെയ്യാതുള്ള മറുപടി അവനപ്പോൾ കേട്ടു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. ഗസ്സേ. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം തന്നെ വരാവേ. അപ്പോൾ എല്ലാവരും വായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് വായിക്കുന്നവർ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് വരികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.